ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിള എസ് എൻ ക്രിയേഷൻസ്. നമ്മൾ ഇന്നൊരു വാട്ട ഈറ്റിംഗ് ഡേ ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അന്നേരം രാവിലത്തെ ആഹാരം തൊട്ട് തുടങ്ങാം. രാവിലെ തന്നെ നമ്മൾ ആദ്യം ഒരു തേയിലവെള്ളമാണ് കുടിച്ചത്. രാവിലെ എഴുന്നേറ്റ ഉടനെ തേയിലവെള്ളം ഇട്ട് അത് കുടിച്ച്, പിന്നെ 10 മണിയൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ ഏട്ടൻ ജോലിക്കെല്ലാം പോയി കഴിഞ്ഞാണ് കാപ്പി കഴിച്ചത്. ഇന്ന് പൂരിയായിരുന്നു. പൂരിയും കിഴങ്ങ് കറിയുമായിരുന്നു. കിഴങ്ങ് എന്ന് പറയുമ്പം കിഴങ്ങ് തീയൽ പോലെ വെച്ചതാണ്. അപ്പം നമ്മൾ 2 പൂരിയും കിഴങ്ങ് കറിയും പിന്നെ തേയിലോളവും ഇത്രയാണ് നമ്മൾ രാവിലെ കഴിച്ചത്. ഈ കിഴങ്ങ് കറി ഒരു 2 in 1 ആണ്. നമുക്ക് അപ്പോൾ കാപ്പിയുടെ കൂടെയും കിഴങ്ങ് കറി എടുക്കാം, നമുക്ക് പിന്നെ ചോറ് കഴിക്കാനും ഇത് കഴിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് ഊണിനും ഇത് തന്നെയായിരുന്നു, കിഴങ്ങ് കറി തന്നെയായിരുന്നു. അതുകൊണ്ട് നമ്മളതിന് 2 in 1 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രാവിലത്തെ കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് സോയാബീൻ റോസ്റ്റ് ചെയ്തത്, പിന്നെ നമ്മൾ രാവിലെ എടുത്ത് വെച്ചിരുന്ന കിഴങ്ങ് കറിയുമുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്ക് സോയാബീൻ റോസ്റ്റ് ചെയ്തതും രാവിലത്തെ കിഴങ്ങ് കറിയും മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും മാത്രമേ ഇന്നുണ്ടാക്കിയുള്ളായിരുന്നു. അപ്പോൾ നമ്മൾ അത് രണ്ടും കൂട്ടി കഴിച്ചു. 3 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ തേയിലവെള്ളം ഇട്ട് വെച്ച്, അപ്പം പിന്നെ അന്നേരം ഒരു ഗ്ലാസ് തേയിലവെള്ളം കുടിച്ച് ഞാൻ. അപ്പം കുറച്ച് നേരം മുറ്റത്തിരുന്ന് ഞങ്ങൾ തേയിലവെള്ളം കുടിച്ച്, നിളമോക്കും തേയിലവെള്ളമൊക്കെ കൊടുത്ത് ഞങ്ങൾ കുറച്ച് നേരം മുറ്റത്തൊക്കെ നിന്ന് കളിക്കുമായിരുന്നു. അപ്പം 3 മണിയൊക്കെ ആയപ്പോൾ ഒരു തേയിലവെള്ളം കുടിച്ച്, പിന്നെ ഏട്ടൻ വന്നപ്പം നമ്മൾ ഒന്നും കൂടി തേയിലവെള്ളവും പിന്നെ കുഞ്ഞിൻ്റെ പാപ്പം കുഴലപ്പവും കഴിച്ച്. നമ്മൾ തേയിലവെള്ളവും കുഴലപ്പവും കൂടി ഒരു 5:30 ആയപ്പോൾ ഏട്ടൻ വന്നപ്പം കഴിച്ച്. രാത്രിയിലത്തേക്ക് നമ്മൾ ഗോതമ്പ് ദോശയാണ് ആക്കിയത്. അപ്പം നമ്മൾ ഗോതമ്പ് ദോശയും പിന്നെ ഞാനൊരു ബുൾസയാണ് എടുത്തത്. ഏട്ടന് ഓംപ്ലേറ്റ് മതിയെന്ന് പറഞ്ഞ്, അപ്പോൾ ഏട്ടനൊരു ഓംപ്ലേറ്റും എനിക്കൊരു ബുൾസയും. പിന്നെ നമ്മൾ അതിന് വേണ്ടി ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ ഗോതമ്പ് ദോശയും ബുൾസയുമാണ് കഴിച്ചത്. ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ വാട്ട ഈറ്റിൻ്റെ. നമ്മുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.